അന്താരാഷ്ട്ര മാനുഷിക നിയമം ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ IHL എന്ന പേരിൽ അറിയപ്പെടുന്നു. യുദ്ധത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ. സാധാരണക്കാരെ ആക്രമിക്കരുത്. സാധാരണക്കാരെയും അവരുടെ കെട്ടിടങ്ങളെയും വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്കല്ലാത്ത ഒരു സ്ഥലത്തും ആക്രമണം പാടില്ല. അമിതമായ ബലം പ്രയോഗിക്കരുത്. ഒരു സൈനിക ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായതിലും കൂടുതൽ ബലം പ്രയോഗിക്കാൻ പാടില്ല. അനാവശ്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കരുത്. ചില ആയുധങ്ങൾ നിരോധിച്ചിരിക്കുന്നു. വിഷം, സ്ഫോടനാത്മകമായ വെടിയുണ്ടകൾ, രാസായുധങ്ങൾ, ജൈവായുധങ്ങൾ, എക്സ്റേ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഷ്രാപ്നലുകൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമം നിരോധിച്ചിട്ടുണ്ട്. സമാധാനപരമായി കീഴടങ്ങുന്നവരെ ആക്രമിക്കരുത്. കീഴടങ്ങിയ സൈനികരെയും യുദ്ധത്തിൽ പരിക്കേറ്റവരെയും രോഗികളെയും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവരെയും ആക്രമിക്കാൻ പാടില്ല. ബന്ദികളെ ദുരുപയോഗം ചെയ്യരുത്. യുദ്ധത്തടവുകാരെ പീഡിപ്പിക്കാനോ അപമാനിക്കാനോ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനോ പാടില്ല. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വൈദ്യസഹായവും ലഭ്യമാക്കണം. ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഭീകരത പ്രചരിപ്പിക്കരുത്. ജനങ്ങൾക്കിടയിൽ ഭീകരതയും ഭയവും സൃഷ്ടിക്കാൻ പാടില്ല. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കരുത്, അല്ലെങ്കിൽ മോഷ്ടിക്കരുത്. സാധാരണക്കാരുടെ സ്വത്തുക്കൾ മോഷ്ടിക്കുന്നതും നശിപ്പിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. സാംസ്കാരിക സ്വത്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തരുത്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള കെട്ടിടങ്ങളും സ്ഥലങ്ങളും സംരക്ഷിക്കപ്പെടണം. മെഡിക്കൽ സേവനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ആക്രമിക്കരുത്. ആശുപത്രികൾ, ആംബുലൻസുകൾ, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് അടയാളങ്ങളുള്ള വാഹനങ്ങൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ എന്നിവരെ ആക്രമിക്കാൻ പാടില്ല. യുദ്ധനിയമങ്ങൾ. അന്താരാഷ്ട്ര മാനുഷിക നിയമം. വേർതിരിവ്, ഡിസ്റ്റിങ്ഷൻ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെയും സൈനികർ സാധാരണക്കാരെയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുകയും സാധാരണക്കാരെയും സാധാരണക്കാരുടെ സ്വത്തുക്കളെയും ലക്ഷ്യമിടാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമേ ആക്രമണം നടത്താവൂ. ആനുപാതികത്വം, പ്രൊപ്പോർഷണാലിറ്റി. സൈനിക ലക്ഷ്യം നേടാനായി നടത്തുന്ന ആക്രമണങ്ങൾ സാധാരണക്കാർക്കുണ്ടാക്കാവുന്ന നാശനഷ്ടങ്ങളുമായി ആനുപാതികമായിരിക്കണം. സൈനിക നേട്ടത്തേക്കാൾ കൂടുതൽ സാധാരണക്കാർക്ക് നാശനഷ്ടമുണ്ടാക്കുന്ന ആക്രമണങ്ങൾ ഒഴിവാക്കണം. സൈനിക ആവശ്യകത, മിലിറ്ററി നെസസിറ്റി. ഒരു സൈനിക ലക്ഷ്യം നേടാൻ അത്യാവശ്യമായ ബലം മാത്രമേ പ്രയോഗിക്കാവൂ. അനാവശ്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. മനുഷ്യത്വം, ഹ്യൂമാനിറ്റി. യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെയും പരിക്കേറ്റവർ, രോഗികൾ, യുദ്ധത്തടവുകാർ, സാധാരണക്കാർ മനുഷ്യത്വപരമായി പരിഗണിക്കണം. വേദനാജനകമായ ആയുധങ്ങളുടെ നിരോധനം. പ്രൊഹിബിഷൻ ഓഫ് സൂപ്പർഫ്ലൂവസ് ഇഞ്ചുറി ഓർ അൺനെസസറി സഫറിംഗ്. അനാവശ്യമായ വേദനയോ കഷ്ടപ്പാടുകളോ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ നിയമങ്ങൾ ജനീവ കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിലൂടെയാണ് രൂപം കൊണ്ടത്. ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് യുദ്ധക്കുറ്റങ്ങളായി കണക്കാക്കപ്പെടുകയും കുറ്റവാളികൾക്ക് അന്താരാഷ്ട്ര കോടതികളിൽ വിചാരണ നേരിടേണ്ടിവരികയും ചെയ്യാം. യുദ്ധം ഒഴിവാക്കുന്നതും സമാധാനം സ്ഥാപിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനം.